ആയിട്ടുള്ള കുറച്ച് പാട്ടുകൾ നമുക്ക് പാടാണെങ്കിൽ അതൊക്കെ പാടാൻ പറ്റും. ഇവിടെ സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകര നമ്മൾ ഇതാ പോരുന്നേ നമ്മൾ പോരുന്നേ. അപ്പൊ ഇതുപോലത്തെ അടിപൊളി ക്രിസ്മസ് ഗാനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി സോങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ക്രിസ്മസിന് സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകര ഞങ്ങൾ ഇതാ പോരുന്നേ പോകുന്നേ. ഹാപ്പി ക്രിസ്മസ്. ഹായ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണതാണ് നമ്മുടെ ക്രിസ്മസ് ഹാക്സ്. അപ്പൊ ക്രിസ്മസ് ആണ് വരാൻ പോണത്. അപ്പൊ ക്രിസ്മസ് വന്നിട്ടില്ല, ക്രിസ്മസ് ഇപ്പൊ വരും. ഡിസംബർ തൊട്ട് നമുക്ക് ക്രിസ്മസ് ആണല്ലോ. അപ്പൊ ഇനി ക്രിസ്മസ് വരുന്ന വരെ നമ്മൾ ക്രിസ്മസ് ഹാക്സ് ആയിരിക്കും കൂടുതലായിട്ട് ഇടാൻ പോണത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്റ്റൈലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എന്താണ് നമ്മുടെ ദീപി വെക്കി കണ്ടത്. ഇത് ആക്ച്വലി പാറുടിന്റെ ഇവിടെ ഹെയർ ബാൻഡ് ആണ്. അപ്പൊ ഞാനത് വെച്ചെന്നുള്ളത് നമ്മുടെ വീഡിയോന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ഹെയർ ബാൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ അതിന് പ്രൊമോഷൻ തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തേക്കിൻകാട് നമ്മുടെ പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹെയർ ബാൻഡ് മേടിക്കാൻ കിട്ടുന്നതാണ്. വെറും 60 രൂപയുള്ളൂ. അപ്പൊ മേടിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ അവിടെ പോയിട്ട് മേടിക്കാവുന്നതാണ്. ഇതിന് കുറെ മോഡുകളുണ്ട്, അതുകൊണ്ട് ഞാൻ തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യത്തെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ ഇത് ക്രിസ്മസ് ഹാക്സിന്റെ പാർട്ട് 3 ആണ്. നമ്മുടെ പാർട്ട് 1 പാർട്ട് 2 നമ്മൾ ലാസ്റ്റ് ക്രിസ്മസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവരുടെയും കണ്ടു നോക്കാം. അടിപൊളി സ്നോന്റെയും അടിപൊളി ഹാക്സ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള വേറെ കുറെ ഹാക്സ് ആയിട്ട് വന്നിരിക്കണം. അപ്പൊ ഈ ഒരു മാസം തന്നെ നമുക്ക് കുറെ ചെയ്യേണ്ടി വരണം. നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്ത് വരണം. അപ്പൊ എല്ലാവരും മുടങ്ങാണ്ട് കാണാം. അപ്പൊ പറയാം, ഇനി അധികം സമയങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് പോകും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അവരുടെ ഫസ്റ്റ് ഹാക്ക് നമ്മളൊരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് സ്റ്റാർ ആണ് നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ വരാം അല്ലെ. അപ്പൊ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ പേപ്പർ കൊണ്ട് ഇങ്ങനെ ചെയ്യണം. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ ഇങ്ങനെ ഇങ്ങനെ മടക്ക വെട്ടി കഴിയുമ്പോൾ ഒരു അടിപൊളി സ്റ്റാർ വരാണ്. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ടോ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ നമ്മൾ ഉണ്ടാക്കിയേക്കണത്. അപ്പൊ വളരെ ഇവിടെ എന്റെ ചുമ അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ. അപ്പൊ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാർ ആയില്ല. അപ്പൊ ഇതേപോലെ സ്റ്റാർ എന്താ പറയാ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല. അപ്പൊ നമ്മൾ ചെയ്ത പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാം. ഇതാണ് ഉള്ളത്. അപ്പൊ ഇതേപോലെ സ്റ്റാർ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്നും കൂടി ഒട്ടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ. അപ്പൊ ഒന്നും കൂടി വെറൈറ്റി നമുക്ക് തൂക്കിയിടാനൊക്കെ പറ്റും. ഇത് നമുക്ക് തൂക്കിയിടാം. അപ്പൊ ഈ പേപ്പറിന്റെ വലിപ്പം അനുസരിച്ചിട്ട് സ്റ്റാറിന്റെ വലിപ്പം കൂടി വരും കേട്ടോ. അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ കളർ പേപ്പർ ഒക്കെ മേടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ സ്റ്റാർ ഇതാക്കുക. അല്ലെങ്കിൽ വൈറ്റ് ഷീറ്റിലായാലും കുഴപ്പമില്ല, ന്യൂസ് പേപ്പർ വെച്ചിട്ടായാലും കുഴപ്പമില്ല. ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങൾ പെയിന്റ് അടിക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പൊ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് സ്റ്റാർ ആണ്. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്രിസ്മസ് ഹാക്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും ക്രിസ്മസ് എന്ന് പറയണെങ്കിൽ എല്ലാ കൊല്ലം നമ്മൾ ഈ നമ്മുടെ സലീംകുമാർ പറയുന്ന പോലെ ഇട്ട് ഈ സെയിം സ്റ്റാർ തന്നെ, സെയിം ക്രിസ്മസ് അപ്പൂപ്പന്നെ, സെയിം ചിക്കൻ കറി തന്നെ, സെയിം മപ്പാസ് തന്നെ, ഇതൊക്കെ സെയിം കേക്ക് തന്നെ, ഇതന്നെയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ വീണ്ടും പുതിയതായിട്ട് ചെയ്തോണ്ടേയിരിക്കും. അപ്പൊ എന്താ പറയാ, അപ്പൊ ഈ ഒരു സ്റ്റാർ ഇവിടെ 10 മാർക്കും കൊടുക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടാഗിലേക്ക് പോവാം.
നെക്സ്റ്റ് ഹാക്ക് നമ്മളൊരു സ്നോമാനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ സ്നോമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ബാറ്റ്മാൻ, സ്പൈഡർമാൻ, പിന്നെ അയൺമാൻ അങ്ങനെയൊക്കെ പറയുന്ന പോലെ നമ്മുടെ സ്നോമാൻ നമ്മുടെ ക്രിസ്മസിന് നമ്മുടെ മഞ്ഞുള്ള രാജ്യങ്ങളിലൊക്കെ എന്താ പറയാ മഞ്ഞൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ് സ്നോമാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ മഞ്ഞൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പോകണു, നമ്മുടെ വീട്ടിലൊരു സ്നോമാനെ നമുക്ക് ഉണ്ടാക്കണ്ടേ. അപ്പൊ ഒരു ഈസി മെത്തേഡ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വൈറ്റ് സോക്സ് എടുക്കാം, അതിനുശേഷം അതിന്റെ ഉള്ളിൽ ഒരു ബോൾ ഇടാം, അതിനുശേഷം അതിന്റെ ഉള്ളിൽ വേറെ അതിനേക്കാളും ചെറിയൊരു ബോളും കൂടി ഇടാം, എന്നിട്ട് മുകളിൽ ഇങ്ങനെ കെട്ടാം, എന്നിട്ട് ആ സോക്സ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി വെക്കുക, അതിനുശേഷം അതിന് കണ്ണും മൂക്കൊക്കെ വെച്ച് കൊടുക്കാം. അപ്പൊ ഒരു അടിപൊളി സ്നോമാനെ നമുക്ക് കിട്ടാണ്. അപ്പൊ ഒരു ഹാക്ക് വെക്കോട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്നോമാൻ. അപ്പൊ നമ്മുടെ സ്നോമാനില് ഈ ലൈറ്റ് എല്ലാം കൂടി അടിക്കുമ്പോ നമ്മുടെ സ്നോമാനെ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാനില്ല, അല്ല മൊത്തം വൈറ്റ് ആയി. കാരണം ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സ്നോമാൻ നമുക്ക് വന്നേക്കണം. അപ്പൊ നല്ല അടിപൊളി സ്നോമാനെ തന്നെ നമ്മൾ ഉണ്ടാക്കിക്കണം. അപ്പൊ നമ്മൾ ഇത് നമ്മുടെ ബോൾ വെച്ചിട്ടുള്ള സ്നോമാനാണ് കേട്ടാ. അടിപൊളി. നമുക്ക് നമ്മുടെ ഈ ബോൾ വെച്ചുള്ള സ്നോമാനെ ഞെക്കി വെക്കി കണ്ട അടിപൊളി. അപ്പൊ ഞാൻ ഒരു ബോളും ഒരു ചെറുനാരങ്ങ എടുത്തേട്ടാ, എന്റെ കയ്യിൽ വേറെ ബോളൊന്നും കാണാണ്ടായിരുന്നില്ല. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്നോമാൻ. അപ്പൊ ഇതൊക്കെ ഞാൻ കമ്മലാണ് കേട്ടോ അങ്ങനെ കുത്തി വെച്ചേക്കണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കമ്മലിന്റെ സ്റ്റഡ് ഇങ്ങനെ കുത്തി വെച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വലിയ സോക്സിന് വെച്ചാൽ നിങ്ങൾക്ക് വലിയ സ്നോമാൻ ഉണ്ടാക്കാം, വലിയ ബോളിനെ വെച്ചാൽ നിങ്ങൾക്ക് വലിയ ബോൾ സ്നോമാൻ ഉണ്ടാക്കാം. അപ്പൊ ഇതിങ്ങനെ ഭംഗിക്ക് തന്നെ വെക്കാൻ അടിപൊളിയായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇനിയിപ്പോ വീട്ടിൽ മഞ്ഞില്ല വെച്ചിട്ട് ആ ഒരു സ്നോമാൻ ഉണ്ടാക്കാണ്ടെന്ന് ഇരിക്കണ്ട. അപ്പൊ എല്ലാവരും ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ഹാക്ക് നമ്മൾ വീണ്ടും ഒരു സ്നോമാൻ ഉണ്ടാക്കാൻ പോവാണ്. കാരണം സ്നോമാൻ ആണ് നമ്മുടെ ക്രിസ്മസിന്റെ ആ ഒരു എന്താ പറയാ നമുക്ക് ആ വൈബ് കൊണ്ടുവരുന്നത് നമ്മുടെ സ്നോമാൻ. ഒരു സ്നോമാൻ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ലുക്ക് വേറെയാണ്, ക്രിസ്മസിന്റെ ഒരു ലുക്ക് വേറെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് വീട്ടില് ബോളൊന്നും ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നോമാൻ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ വീട്ടില് അരി ഉണ്ടായിരിക്കുമല്ലോ, അരി ഇല്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവര് പറയുന്നത് ഒരു സോക്സ് എടുക്കാം, ഇതുപോലെ തന്നെ ആ സോക്സിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്യുക, ഒരു നൂലിട്ട് കെട്ടാം, അതിനുശേഷം അതിന്റെ അടിഭാഗത്ത് കൂടെ നമ്മൾ കുറച്ച് അരി നിറച്ച് കൊടുക്കാം, പിന്നെ മുകൾ ഭാഗത്ത് വീണ്ടും ഒരു കെട്ടിടുക, അതിനുശേഷം ആ നടുഭാഗത്ത് ഒരു കെട്ടിടുക, അതിനുശേഷം അതിന്റെ കണ്ണുമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വീണ്ടും ഒരു കുട്ടി സ്നോമാനെ നമുക്ക് കിട്ടണം. അപ്പൊ വീട്ടിൽ എന്തോരം അരി ഉണ്ടെന്നനുസരിച്ചിട്ടും സോക്സിന്റെ വലിപ്പം അനുസരിച്ചിട്ടും നമുക്ക് സ്നോമാനെ വലിപ്പത്തിൽ ഉണ്ടാക്കാം അങ്ങോട്ട് ഇവര് പറയുന്നുണ്ട്. അപ്പൊ ഹാക്ക് ഒക്കെ ഉണ്ടാവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്നോമാൻ വന്നേക്കുന്നത് കണ്ട. അപ്പൊ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടു കേട്ടോ. ലൈറ്റ് ഇടുമ്പോ നിങ്ങൾക്ക് സ്നോമാനെ കറക്റ്റ് ആയിട്ട് കാണല്ലേ, മൊത്തം വൈറ്റ് ആവുമ്പോ. അപ്പൊ കണ്ട ഇത് പൊട്ടാണ് കേട്ടാ. അപ്പൊ എന്താ പറയാ, ഇതൊക്കെ നമ്മുടെ കമ്മലുകളാണ് ഞാൻ വെച്ചേക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നോമാൻ ആയില്ലേ. അപ്പൊ ഇത് അരി വെച്ചിട്ടാണ്. അപ്പൊ വീട്ടില് കുറെ അരി ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ സ്നോമാൻ ഉണ്ടാക്കാം. കുറച്ച് അരികൾ വെച്ച് നിങ്ങൾ കുറച്ച് അരി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ അരിയോ ഗോതമ്പോ എന്ത് സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അത് ഉണ്ടാക്കിയതിന് ശേഷമുള്ളത് വീട്ടിലുള്ളവർ നോക്കിയോളൂ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഭംഗിക്ക് വേണ്ടിയിട്ടെങ്കിൽ അടിപൊളിയായിട്ട് വെറൈറ്റി ഉണ്ടാക്കിയ നല്ലൊരു സ്നോമാൻ നമുക്ക് മഞ്ഞില്ലാണ്ട് തന്നെ ഉണ്ടാക്കണം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. അപ്പൊ ഈ ഹാക്കിൽ നമുക്ക് 10ൽ 10 മാർക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്ക് നമ്മൾ വീണ്ടും ഒരു സ്നോമാൻ ഉണ്ടാക്കാൻ പോണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞത് നമ്മുടെ സ്നോമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസിന്റെ ഒരു എന്താ പറയാ, ക്രിസ്മസ് പറഞ്ഞ സ്നോമാൻ ആണ്. നമുക്ക് ഇപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ മാവേലി എന്ന് പറഞ്ഞ പോലെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സ്നോമാൻ ഉണ്ട്, ക്രിസ്മസ് അപ്പൂപ്പനും ഉണ്ട്, അതിന്റെ കൂടെ സ്നോമാനും ഉണ്ട്. ക്രിസ്മസ് അപ്പൂപ്പൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ. അപ്പൊ എന്താ പറയാ, നമ്മുടെ സ്നോമാൻ ഇപ്രാവശ്യം നമ്മൾ ഇതുവരെ നമ്മുടെ വീട്ടിലിങ്ങനെ സൈഡിൽ ഉണ്ടാക്കി വെക്കാനായിരുന്നു, കാണാൻ ചന്തത്തിനായിരുന്നു. ഇത്തവണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സ്നോമാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കി വെക്കാൻ കുറച്ചെങ്കിലും എടുത്ത് തിന്നും ചെയ്യാം. അപ്പൊ ഇവര് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിമുട്ടയില്ലേ, കോഴിമുട്ട താറാമുട്ട
അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള മുട്ട എന്ത് വേണമെങ്കിലും എടുക്കാം. ആ മുട്ട പുഴുങ്ങിയതിന് ശേഷം നമുക്ക് അതിന്റെ മുകൾഭാഗം അടിഭാഗവും ചെത്തി കളയാം. അതിന് ശേഷം അത് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ക്യാരറ്റ് തൊപ്പി ഇട്ട് വയ്ക്കുക. അതിന് ശേഷം കണ്ണ് വല്ല ഗ്രാമ്പും ഒക്കെ കടുകുവെന്ന് വെച്ചിട്ടാക്കാം ക്യാരറ്റ് ഒരു മൂക്കും വെച്ചെടുത്താൽ ഒരു അടിപൊളി സ്നോമൻ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ആയിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യണില്ല. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ നമ്മളൊരു മാസ്റ്റർ ഷെഫ് ലെവലിലെത്തും. അപ്പൊ ഈ ഒരു ഹാക്ക് വർക്കൗട്ടോ ചെയ്തിട്ട് വരാം. ഇതാണ് നമ്മുടെ മുട്ട. നമ്മളിത് ഈ മുട്ടയുടെ മുൾഭാഗം കുറച്ച് വെട്ടിക്കളയാണ്. അതിനുശേഷം നമ്മൾ അടുത്ത മുട്ട എടുത്തിട്ടുണ്ട്, അതിന്റെയും മുൾഭാഗം നമ്മൾ കുറച്ച് വെട്ടിക്കളയാണ്. അതിനുശേഷം ഈ 2 മുട്ടകൾ നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരുമിച്ച് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ടൂത്ത് പിക്ക് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് നറുക്കി വെക്കാം. അതിനുശേഷം അതിന്റെ മുകളിൽ അടുത്ത മുട്ട വെച്ചിട്ട് അപ്പൊ സ്നോമാന്റെ 2 മുൾഭാഗം അടിഭാഗമായി. ഇനി നമ്മൾ ഈ സ്നോമാന്റെ മുകളിൽ തുപ്പി വെച്ച് കൊടുക്കാൻ പോകുന്നു സ്നോമാന്. അതിനുവേണ്ടി നമ്മൾ ക്യാരറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ക്യാരറ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മള് വേണമെങ്കിൽ ഒരു ക്യാരറ്റ് വെക്കട്ടോ. നല്ല അടിപൊളിയല്ലേ. അവസാനം നമ്മൾ ഒരുമിച്ച് കാണിച്ചു തരാം എല്ലാം കൂടിയിട്ട്. ഇതും നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇറക്കാട്ടോ. അപ്പൊ നമ്മള് ടൂത്ത് പിക്ക് എപ്പോഴും നമ്മൾ ആദ്യം ക്യാരറ്റുമ്പോൾ കുത്തി അമർത്തി വെക്കുക. അതിന് ശേഷം നമ്മൾ മുട്ടയുടെ ഉള്ളിലേക്ക് ഇറക്കിയാൽ മതി, എന്നാലും കറക്റ്റ് ആവുള്ളൂ. അതിനുശേഷം നമ്മുടെ സ്നോമാന്റെ 2 കണ്ണ് വെച്ച് കൊടുക്കാം. അത് നമ്മള് ഗ്രാമ്പ് വേണ്ടിട്ട് സ്നോമാന് കണ്ണാക്കിട്ട് വെച്ചേക്കണം. ഇനി അതിനൊരു മൂക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അയ്യോ കണ്ണ് കുറച്ച് അടുപ്പിക്കാണ്. അത് നമ്മൾ ക്യാരറ്റിനെയാണ് എടുത്തേക്കണം. അയ്യോ ക്യാരറ്റിനെ വെക്കുമ്പോൾ അത് പണിയാവും. അത് നമ്മൾ മുട്ടയുടെ ഉള്ളിലേക്ക് എനിക്ക് തൂക്കി നമ്മുടെ അടിപൊളി സ്നോമാൻ. അപ്പൊ നമ്മുടെ പ്ലേറ്റിലൊക്കെ ഇത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ സ്നോമാൻ വന്നേക്കണത്. അപ്പൊ നോക്കിയ നല്ല അടിപൊളിയായിട്ടില്ലേ. ഇത് ഈ വൈറ്റ് ആയ കാരണം നമുക്ക് ഇങ്ങോട്ട് കറക്റ്റ് വിചാരിച്ച പോലെ ക്യാമറയിലേക്ക് കിട്ടണില്ലേ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കണ ഈ സ്നോമാനെ ഞാൻ ആ മുട്ടയുടെ അടിഭാഗം ചെത്തിയപ്പത്തിരി എന്താ പറയാ അതൊക്കെ ചെത്തുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ചെത്തിക്കോളൂ കേട്ടോ. എന്നാലാണ് ആ കറക്റ്റായിട്ട് അത് ഇരിക്കുള്ളൂ. അപ്പൊ നല്ല അടിപൊളി സ്നോമാനായിട്ടുണ്ട്. അപ്പൊ ഈ സ്നോമാനെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് കടിച്ച് തിന്നും ചെയ്യാൻ തീരത്തേക്ക് വേണം. ഒരു കടി അടിച്ച് അപ്പൊ ഒരു അടിപൊളി ഹാക്കാണ്. 10 മാർക്ക് പോരെ, ഇതിനൊരു ഒരുപാട് ഒരു 10-100 മാർക്ക് കൊടുക്കേണ്ടി വരും. അത്ര അടിപൊളി ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതോടെ നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് ഹാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ സ്നോമാനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്നോമാനെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ സ്നോമാനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അടുത്ത ഹാക്സിൽ നമ്മൾ എങ്ങനെയാണ് സ്നോ ഉണ്ടാക്കാന്നുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആയിട്ടാണ് നമ്മൾ വരാൻ പോണത്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അടിപൊളി കിട്ടുന്ന കമന്റ്സ് ഉണ്ടെങ്കിൽ അയക്കാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ ഈ ഹെയർ ബാൻഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ തൃശ്ശൂർ വന്ന് മേടിക്കാവുന്നതാണ്. 60 രൂപയുള്ള വീണ്ടും നമുക്ക് ലൈക്ക് ചെയ്ത് വളരെ സന്തോഷമായിട്ട് പിരിയാവുന്നതാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യത്തെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ ഇന്നത്തെ ഹാക്സ് നമ്മൾ വളരെ കുറവ് കാണിച്ചിട്ടുള്ളൂ തോന്നുന്നു എനിക്ക്. അടുത്ത ഹാക്സിൽ നമ്മൾ ഇതിന്റെ അടുത്ത പാർട്ട് വരുന്നതാണ്. അപ്പൊ അതിൽ നല്ല അടിപൊളി കിടിലനായിട്ടുള്ള ഹാക്സ് ആണ്. കാരണം എന്റെ ഐറ്റംസ് കുറച്ച് ഈ ക്രാഫ്റ്റ് ഐറ്റംസ് കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറവ് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമ്മൾ അടിപൊളി നല്ല കിടിലൻ ക്രിസ്മസ് ഹാക്സ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ അടിപൊളി കിടിലൻ വീഡിയോ നമ്മൾ നെക്സ്റ്റ് ടൈം കാണാറ്. Take care and thanks for watching. Bye.